പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒരുപാട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. അന്ന് നമ്മൾ ആ ഒരു വാർത്തയിൽ കണ്ട പെൺകുട്ടി ആ ഒരു ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു. പെൺകുട്ടിയുടെ പാരന്റ്സും ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ അത് കോടതിയിൽ പോകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ആ പെൺകുട്ടി തന്നെ ആ കേസ് പിൻവലിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് താമസിച്ച് സന്തോഷത്തോടെയാണോ എന്നറിയില്ല. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ആ പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. പരാതി എന്താന്ന് വെച്ചാൽ മീൻകറിയിൽ പുളി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഭർത്താവ് മർദ്ദിച്ച് പെൺകുട്ടി വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പം ഈ ഒരു കേസ് ഇപ്പോൾ ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന കേസ് വളരെ മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ്. നമ്മുടെ ഹൈക്കോടതി തന്നെ ആ കേസ് പിന്നീട് പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം റദ്ദാക്കിയിരുന്നു. അങ്ങനെ ഒരുമിച്ച് താമസിച്ചു ഒരു മാസത്തിനിടക്കാണ് വീണ്ടും ആ പെൺകുട്ടി മർദ്ദനത്തിനിരയായത്. വളരെ ക്രൂരമായിട്ട് തന്നെ ആ പെൺകുട്ടി മർദ്ദനത്തിനിരയായി. അന്ന് പരാതിക്കാരി പറഞ്ഞ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ആദ്യം കർണത്തടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയ്ക്ക്, അതായത് ഏകദേശം ഒരു ലെഫ്റ്റ് സൈഡായിട്ട് ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും കുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ, പിന്നെ നെറ്റി അത്യാവശ്യം നല്ലോണം മുഴച്ചെടുക്കുമായിരുന്നു. പിന്നെ ചാർജറിന്റെ കേബിൾ വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ നോക്കി. ഇത് നടക്കുന്ന അപ്സ്റ്റെയറിലാണ്, ഞങ്ങളുടെ റൂം അപ്സ്റ്റെയറിലാണ്. അമ്മയും ചേച്ചിയും താഴെയാണ്. ഏകദേശം ഒരു 1 മണി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ അത്രയും സൗണ്ടിലാണ് കരഞ്ഞത്. അപ്പൊ അവർ അറിയേണ്ടതാണ്. കാരണം ഈ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളി പറയുന്നുണ്ട്, ആര് കയറി വരുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പം ഇതാണ് ആ പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടി വളരെ ക്രൂരമായി തന്നെ ആ രാഹുൽ എന്ന് പറയുന്ന ആൾ പെൺകുട്ടിയെ മർദ്ദിക്കുകയുണ്ടായി. അപ്പം അതിനുശേഷം അങ്ങനെ അതിനെതിരെ പോലീസ് കേസെടുത്തതിന് ശേഷം വീണ്ടും പരാതിക്കാരി മറ്റൊരു കാര്യം പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി. പെൺകുട്ടി പറഞ്ഞത് ഇതൊരു കള്ളപ്പരാതിയാണ്, വീട്ടുകാര് പറഞ്ഞ് കേസ് കൊടുത്തതാണ്, വീട്ടുകാര് മാക്സിമം തന്നോട് അഭിനയിച്ച് കരയാൻ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ കാരണമാണ് തന്നെ പരാതി കൊടുത്തത്, തന്റെ രാഹുലേട്ടൻ നിഷ്കളങ്കനാണ്, പാവമാണെന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടിരുന്നു. പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ അതിന്റെ ബാക്കി പത്രമായ ഒരുപാട് വീഡിയോ ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി പറഞ്ഞ വോയിസും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ തമ്മിലുണ്ടായ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിൽ ഇവര് അതിലിടപെട്ട് സത്യത്തില് കാര്യങ്ങൾ വഷളാക്കിയതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ ആരും തട്ടിക്കൊണ്ട് പോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത്. തെളിയിച്ചനായാലും ആ സമയത്ത് എന്നോട് പറഞ്ഞത്, മോളെ പറ്റാവുന്ന രീതിയിൽ അതായത് കരഞ്ഞ് അഭിനയിക്കാൻ ശ്രമിക്കാനാണ് എന്നോട് പറഞ്ഞത്. അറിയില്ല, എന്നെക്കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞാൻ അവരെ അനുസരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ അഭിനയിക്കുകയായിരുന്നു. കണ്ടോ, ഇതാണ്. അപ്പൊ ആദ്യം ഈ പെൺകുട്ടി തന്നെ വന്നു പറയുന്നു താൻ വളരെ ക്രൂരമായിട്ട് തന്നെ മർദ്ദനം തനിക്ക് തന്നെ ഭർത്താവ് മർദ്ദിച്ചു. അതിനുശേഷം മർദ്ദിച്ച പാടുകളൊക്കെ, ശരീരത്തിലുണ്ടായ പാടുകളൊക്കെ ആ പെൺകുട്ടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം അതേ പെൺകുട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പെൺകുട്ടിയുടെ പിതാവാണ്. അന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വന്ന് തന്റെ കുട്ടിക്ക് സഹിക്കേണ്ടി വന്ന ആ ഒരു ഗാർഹിക പീഡനത്തെക്കുറിച്ചും ഉപദ്രവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ആ പിതാവ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വന്ന് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഒരു വലിയൊരു തിരിച്ചടി എന്നോണമാണ് ഈ പെൺകുട്ടി രണ്ടാമത് വന്ന് പറഞ്ഞത്. പാരന്റ്സ് നിർബന്ധിച്ചിട്ടാണ് താൻ രാഹുലിനെതിരെ പരാതി കൊടുത്തത്, രാഹുലേട്ടൻ പാവമാണെന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പം അന്നേരം തന്നെ ഈ ഒരു ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടീനെ അവർ നന്നായിട്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ഈ പെൺകുട്ടി അങ്ങനെ പറയില്ല, കാരണം പെൺകുട്ടിയെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫാദർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പെൺകുട്ടി പറഞ്ഞത് പാരന്റ്സും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരും നിർബന്ധിപ്പിച്ച് കേസ് കൊടുത്തതാണെന്നാണ്. അങ്ങനെ ആ കേസ് തള്ളിപ്പോയി എന്ന് വെച്ചാൽ കോടതിയുടെയും പോലീസുകാരുടെ ഒക്കെ ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് ചെലവായിട്ടുണ്ട്. അങ്ങനെ അവസാനം ഒരുമിച്ച് ജീവിക്കട്ടെ, ഭാര്യയും ഭർത്താവും അല്ലേ, അവർക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കാം പോലീസുകാരും കോടതിയൊക്കെ അത് വെറുതെ വിട്ടത്. അങ്ങനെ വെറുതെ വിട്ടു, അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകിയതിന് ശേഷം പിന്നെ കാണുന്നത് ആ പെൺകുട്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിന് പുളി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടീനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത. പിന്നെ പെൺകുട്ടിയുടെ ഫാദർ വന്നിട്ട് പറയുന്നുണ്ട്, മർദ്ദിച്ച് അവശയാക്കിയതിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ബെൽറ്റ് ഇട്ട് കിടക്കുന്ന തന്റെ മോളെ വീണ്ടും അയാൾ മർദ്ദിക്കാനുണ്ടായതെന്ന്. ശരിക്കും ഈ ഒരു വാർത്ത കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട്. ഇപ്പം ഒരു പെൺകുട്ടി മർദ്ദനത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരായാലും ഇതിന് ആ പെൺകുട്ടിയുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ ഒരു കേസിൽ മാത്രം പലരും ഈ ഒരു വാർത്ത വരുമ്പോൾ തന്നെ ഒരുപാട് പേര് അതിന് താഴെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു, അതിനെ ആരും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഇടുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടി തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു 1, 2, 3 തവണയൊക്കെ ആണെങ്കിൽ ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ പീഡിപ്പിക്കുന്ന ഒരാളുടെ കൂടെ താമസിക്കുക,
അല്ലെങ്കിൽ ഈ പെൺകുട്ടീനെ രക്ഷിക്കാനാണ് ആ പെൺകുട്ടിയുടെ പാരന്റ്സ് ആയാലും അതുപോലെ തന്നെ കോടതി പോലീസൊക്കെ ശ്രമിച്ചത്. പക്ഷെ പെൺകുട്ടി അതൊന്നും കാണാതെ വീണ്ടും ഈ പയ്യന്റെ കൂടെ പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കാരണം ഇതിലൊക്കെ ഇടപെട്ട് കുറെ സമയം കഴിയുമ്പോഴായിരിക്കും വീണ്ടും ഈ പെൺകുട്ടി ഇതൊക്കെ മാറ്റി പറയുന്നത്. ഇതൊക്കെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് കണക്ക് വലിയൊരു കോടതിയുടെ സമയം പോകുന്നു, പോലീസിന് അഭിപ്രായം പറയുന്നു, നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ വെറുതെ ആവുന്നു. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ പെൺകുട്ടി തന്നെയാണ്. തന്റെ ഇപ്പം തീർച്ചയായിട്ടും വിവാഹം കഴിക്കേണ്ടത്, നമ്മളൊരു ആണിനെ വിവാഹം കഴിച്ച് അയാളുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടത് അയാളുടെ ഒരു സർവന്റ് ആയിട്ടോ അല്ലെങ്കിൽ അയാളെ ജീവിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ജീവിതം മെച്ചപ്പെടുത്താനോ അല്ല. ഈ പെൺകുട്ടിക്കും ഉണ്ടാവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അല്ല. ഈ പെൺകുട്ടി ഒരിക്കലും ഒരു പെൺകുട്ടിയും ഒരാണിന്റെയും അടിമയല്ല. അത് ആദ്യം പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പം ജോലിക്ക് പോകാത്ത പെൺകുട്ടികളാണെങ്കിൽ പോലും ഇപ്പം ഹസ്ബൻഡ് ചെലവിന് തരുന്നു ഓക്കെ, അത് ഹസ്ബൻഡിന്റെ ഒരു ഡ്യൂട്ടിയാണ്. പക്ഷെ ആ ചെലവിന് തരുന്നത് പോലെ തന്നെ പെൺകുട്ടികളും അവിടെ അധ്വാനിക്കുന്നുണ്ട്. വീട്ടിൽ ഭക്ഷണം വെച്ച് കൊടുത്തും വീട്ടുകാരെ നോക്കിയും പാരന്റ്സിനെയൊക്കെ നോക്കിയും അവളും അവളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വർക്കിംഗ് ആണ്. പല പെൺകുട്ടികളായ പോലും കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയാലും അവർ ജോലി ചെയ്യുന്നുണ്ട്. അല്ലാതെ അവര് അടുക്കള കാര്യത്തിൽ മാത്രം നോക്കി ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് പണ്ടത്തെ കാലത്തെ ആൾക്കാരാണ്. ഇപ്പൊ ഭൂരിഭാഗം സ്ത്രീകളും ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഒരാളുടെ അടിമയാകാൻ വേണ്ടിയിട്ടല്ല ഒരു ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പം ഇതൊക്കെ റിയലൈസ് ചെയ്യേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ കമന്റ്സ് ആയിട്ട് ഒന്ന് പ്രതികരിച്ച് കുറെ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് എത്രമാത്രം ഇപ്പം ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡ് സൈക്കോ ആണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇതുപോലത്തെ ഉപദ്രവിക്കുന്നു, എത്രമാത്രം സഹിച്ച ആ പെൺകുട്ടി അവിടെ നിൽക്കണം? അങ്ങനെ ശ്രമിച്ചും സഹിച്ചും ഒക്കെ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ജോലിയുണ്ട്, സ്വന്തമായി ജീവിക്കാൻ. ഇപ്പം ആ കുട്ടിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആണ്, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്. ഇപ്പം ഒരു ആളുടെ മർദ്ദനം സഹിച്ചിട്ട് ഒരു വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പെൺകുട്ടിക്കും. ഈ പെൺകുട്ടിയുടെ കേസ് എന്നല്ല, ഒരു പെൺകുട്ടിക്കും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും 2 കേസുകളാണ് ആ പെൺകുട്ടിക്ക് ആണിന് നേരെ എടുത്തിരിക്കുന്നത്: നരഹത്യാശ്രമം, അതുപോലെ തന്നെ ഭർതൃപീഡനം. കാലിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പൊ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കണ്ണിനും മുഖത്തും ഒക്കെ പരുക്കുണ്ട്. കണ്ണിലും മുഖത്തൊക്കെ ഒരുപാട് പരുക്ക് സംഭവിച്ചിട്ടാണ് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയത് ഇവര് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ സൈക്കോ പോലെ പെരുമാറുന്ന ഒരാളുടെ ഒപ്പം ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ലോകത്ത് കോടതിയും നിയമങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം ആ ഒരു സർവീസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മോശം അവസ്ഥയിലേക്ക് പോയി ഒരു അടിമത്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വിവാഹത്തിലേക്ക് പോകേണ്ട കാര്യം തന്നെ ഇല്ല.